ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ തോരനാണ്. കൊപ്പക്കായ, ഓമക്കായ, കർമൂസ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പപ്പായ കൊണ്ടുള്ള തോരനാണിത്. എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിനു വേണ്ടി പപ്പായ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഈ പപ്പായ ഒരു ഭാഗം ഇങ്ങനെ വിളഞ്ഞു തുടങ്ങിയ പപ്പായയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊരു മധുരമുണ്ട് ഒരു ഭാഗത്ത് വലിയ കുഴപ്പമില്ല. പക്ഷേ അങ്ങനത്തെ പപ്പായ എടുക്കുന്നത് നമുക്ക് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൽ വെച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പിന്നെ കറിവേപ്പില എടുക്കുക. ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായയും കൂടി എടുത്ത് വയ്ക്കുക. എന്നിട്ട് തോരൻ വയ്ക്കാം. തോരൻ ഉണ്ടാക്കാൻ ചീച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി ചെറിയൊരു ബ്രൗൺ കളറായി. ഈ സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി മൂത്ത മണം വരുന്നുണ്ട്. വെളുത്തുള്ളി മൂത്ത മണം വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും. ഇനി നന്നായിട്ട് ഇളക്കി ഇത് സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കും. സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തു. അതൊരു ചെറിയ ബ്രൗൺ കളറായി. ഈ സമയത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കണം. സ്റ്റവ് മീഡിയത്തിൽ വെച്ചിട്ട് 2 മിനിറ്റ് പപ്പായ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. രണ്ട് മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് തോരൻ വയ്ക്കുമ്പോൾ ഈ തോരന് കുറച്ച് ടേസ്റ്റ് കൂടും. സ്റ്റവ് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ. ഫുള്ളിൽ വെക്കരുത്. 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്തു. 2 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ്. ഇത് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് സ്റ്റൗ സിമ്മിലിട്ട് വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. സ്റ്റൗ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. കൊപ്പക്കായയിലുള്ള വെള്ളത്തിൻ്റെ അംശം കൊണ്ട് ഈ ഉപ്പേരി വെന്ത് കിട്ടും കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതാകെ കുഴഞ്ഞുകൊണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സ്റ്റൗ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പപ്പായ അടുപ്പത്തിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. പപ്പായ 3/4 ഭാഗം വെന്തു. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കാം. നാളികേരം ചേർക്കാൻ വേണ്ടി ഇതിൻ്റെ നടുഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ മൂടി വയ്ക്കാം. ഇനി വീണ്ടും അടച്ച് വെച്ച് 5 മിനിറ്റും കൂടി വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെ 15 മിനിറ്റ് വേവിച്ചെടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. വെള്ളം ചേർത്ത് ഫുള്ളിലിട്ടിട്ടൊന്നും ഇത് വേവിക്കരുത് കേട്ടോ. സിമ്മിൽ വെള്ളം ചേർക്കാതെ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ ഇടവരരുത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ.
അപ്പം നമ്മുടെ തോരൻ റെഡിയായി. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.